കുന്നംകുളം പഴുന്നാനയിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ കുളിമുറി തകർന്നു വീണു. പഴുന്നാന സ്വദേശി രാധാകൃഷ്ണന്റെ വീടിന്റെ കുളിമുറിയാണ് തകർന്നത്. ഞാൻ കിഴക്കേപ്പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടി വെട്ടി എൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ എൻ്റെ മേത്തേക്ക് പൊട്ടി വീണു. അങ്ങനെ അകത്തേക്ക് പോയി നോക്കുന്നുണ്ട്, അകത്ത് ടൈലും എല്ലാം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ കംപ്ലീറ്റ് വയറിങ്ങും ബൾബൊക്കെ പൊട്ടിത്തെറിച്ച് വടക്കേ പറമ്പിലേക്കൊക്കെ വീണു. എനിക്ക് ചെവിയൊക്കെ എടുക്കൊണ്ടിരിക്കുക. തൃശൂർ എരുമപ്പെട്ടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുടുംബം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാറ്റും മഴ ഉണ്ടായതിനെ തുടർന്നാണ് വീടിന്റെ ഇടതുവശത്തുള്ള തെങ്ങ് ബാക്ക് സൈഡിലെ പിൻവശത്തേക്ക് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണെ തുടർന്ന് പിൻവശത്തെ വീടിന്റെ മൊത്തം ഭാഗങ്ങൾ ഡ്രസ് ചെയ്തതും എല്ലാം കൂടി മൊത്തം മറിഞ്ഞു വീടുണ്ടായിട്ടുള്ളത്. ഞാനും ഭാര്യയും കുട്ടികളാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കണ്ടായിരുന്നു. നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ അടക്കം കുറേ വീട്ടുപകരണങ്ങൾ നാശമായി പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തൃശൂർ ശ്രീകൃഷ്ണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. താണിയൻ ബസാറിൽ വിജയലക്ഷ്മിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, തൃശൂരിന്റെ പല ഭാഗത്തായി ഈ മഴ, കാറ്റ്, ഇടിമിന്നൽ അങ്ങനെ നാശനഷ്ടങ്ങളുടെ വാർത്തകളാണല്ലോ. തീർച്ചയായും, അതായത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മഴയെ തുടർന്ന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീനാരായണപുരത്താണ് ഈ ഇടിമിന്നൽ ഏറ്റ് വീടിന് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അവിടെ വിജയലക്ഷ്മി എന്ന് പറയുന്ന എസ്എംപുരം സ്വദേശി വിജയലക്ഷ്മിയുടെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ വിജയലക്ഷ്മി വീടിന് പുറത്തായിരുന്നു. ആ സമയത്ത് വീടിൻ്റെ പുറകുവശത്തുണ്ടായിരുന്ന സമയത്താണ് വലിയ ശബ്ദത്തോടുകൂടി രാവിലെ 9 മണിയോടുകൂടി ഇടിമിന്നൽ ഉണ്ടായത്. പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടിക്കയറിയെങ്കിലും ആ സമയത്ത് വീടിനകത്ത് എല്ലാ സ്വിച്ച് ബോർഡുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ തന്നെ കത്തി നശിച്ച നിലയിലായിരുന്നു. വീടിൻ്റെ ഭിത്തിയിലുണ്ടായിരുന്ന ടൈല് തകർന്നു വീണ നിലയിലായിരുന്നു. വീടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതുപോലെ തന്നെ കുന്നംകുളം പഴുന്നാനയിലാണ് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. വീടിൻ്റെ കുളിമുറി തകർന്നു വീഴുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശക്തമായ മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പഴുന്നാന സ്വദേശിയായ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ കുളിമുറിയാണ് തകർന്നു വീണത്. ഈ സമയത്ത് വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ കുളിമുറിയോട് ചേർന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ആർക്കും തന്നെ പരിക്കേറ്റിട്ടുമില്ല. മറ്റൊരു സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ്. ഈ എരുമപ്പെട്ടി സ്വദേശിയായ കൃഷ്ണറാവുവിൻ്റെ വീട്ടിലാണ് വീടിൻ്റെ മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. ഈ തെങ്ങിൻ്റെ കട ഉൾപ്പെടെയുള്ളവ ഈ നേരെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. വീടിൻ്റെ മേൽക്കൂര തകർന്നു. ഈ ശബ്ദം കേട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന കൃഷ്ണറാവുവും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഇറങ്ങി ഓടിയതിനാൽ തന്നെ അവർക്കാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ മഴ കനത്തതോടുകൂടി വിവിധ ഇടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്.